everyone and welcome back to Heaven and Effect Universe. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2025 ഓണം വ്ളോഗാണ്. സോ വ്ളോഗിലോട്ട് പോവാം. ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഓണക്കോടിയാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്കൂളിലത്തെ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെയാണ് സ്കൂളിൽ പോയത്. അപ്പോൾ ബാക്കി വ്ളോഗ് കാണാം. ഇന്ന് സെപ്റ്റംബർ 2. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കനകക്കുന്നിലാണ്. ഇവിടെ ഓണപരിപാടി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ അവിടെയാണ് വന്നത്. ഞങ്ങൾ പോയ സമയത്ത് കഥകളിക്കുള്ള ആൾക്കാർ കഥകളിക്ക് മുൻപ് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അകത്ത് കയറി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയായിരുന്നു ഈ ഒരു കഥകളിയുടെ സംഭവം. അവർ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കനകക്കുന്ന് മൊത്തം ലൈറ്റ്സും ഓരോ സംഭവങ്ങളൊക്കെ വെച്ച് നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് പോയത്. കുറേ നേരം ചില്ല് ചെയ്തതിന് ശേഷം ഞങ്ങൾ കനകക്കുന്ന് കൊട്ടാരം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ അനിയനെ വിളിക്കാൻ പോയപ്പോൾ അവൻ വീൽ ബാര വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേലെയുള്ള ആ പൂക്കളെല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലോണം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു വഴി കൂടെയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്ത് ജനിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് കനകക്കുന്ന് വരുന്നത്. അപ്പം ഇതാണ് നല്ല രസമുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആൾക്കാരുടെ മുന്നേ വെച്ചൊക്കെ വ്ളോഗ് എടുക്കുന്നത്. നെവർ മൈൻഡ്, ബി കോൺഫിഡൻറ്റ്. അത് തന്നെ. ഇതാണ് ഫേമസ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള കനകക്കുന്ന് കൊട്ടാരം. പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയം മുതൽ അഥവാ ഇംഗ്ലണ്ടുകാരുള്ള സമയം മുതലേ ഉള്ള കൊട്ടാരമാണിത്. ഇന്ന് ഇനാഗുറേഷൻ നടന്ന സ്പോട്ടാണ് ഇതായത്. അപ്പോൾ ആ ഒരു കൊടി ഉയർത്തിയിരിക്കുന്നത് നിങ്ങളുണ്ടല്ലോ, അത് അവിടെയാണ് ഇനാഗുറേഷൻ നടന്നത്. ആൻഡ് ഇപ്പോൾ പോകുന്ന പാത്തിൽ ആ ഒരു സ്റ്റീൽ ഡോർ വരുന്നില്ലേ, അതാണ് റിയൽ എൻട്രൻസ് എന്ന് പറയുന്ന ഈ ഒരു കൊട്ടാരത്തിലേക്കുള്ളത്. ബാക്കിയെല്ലാം ആ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്, ബാക്കി കണ്ടിന്യൂസ് ആണ്. ഇതാണ് അപ്പോൾ പണ്ട് മുതലേയുള്ള കനകക്കുന്ന് കൊട്ടാരം, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ കനകക്കുന്ന് കൊട്ടാരം. രാജകീയ പ്രൗഢിയിലാണ് ഈ ഒരു മൊത്തം കൊട്ടാരവും വരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിൽ തന്നെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഏരിയ ആണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മറം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇതും കൊട്ടാരത്തിൽ ബാക്കി സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ കാണാൻ. ഓണത്തിന് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. ഓണം എന്ന ട്രഡീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടെ പൂക്കളവും ബാക്കി ആ തിരി കത്തിക്കുന്ന സംഭവം എല്ലാം ഇങ്ങനെ ആ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോയി. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ആ ലൈറ്റ്സും ഓരോ കാര്യങ്ങളും നല്ല രസമായിരുന്നു. ഓണത്തനിമ ഉണർത്തുന്ന രീതിയിലായിരുന്നു ഓരോ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോഴും നല്ല ഓണത്തിരക്കാണ് അവിടെ. ഇനി മൊത്തത്തിലുള്ള വ്യൂ കണ്ടാലോ, നല്ല രസമുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. കനകക്കുന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നല്ല രസമായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ട്രിവാൻഡ്രം സിറ്റി മൊത്തം ലൈറ്റ്സാണ്, നല്ല രസമുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു ഓണം വൈബ് ചെറുതായിട്ട് ഓഫാണെങ്കിൽ എന്തായാലും അവിടെ വന്ന് നോക്കും. നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ലൈറ്റ്സൊക്കെ കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റായിട്ട് ഞങ്ങൾ സമാധാനത്തിൽ എല്ലാ ലൈറ്റ്സും കണ്ട് നേരെ മോൾ ഓഫ് ട്രാങ്കൂറിലാണ് പോയത്. രാത്രിയാണ് നമ്മൾ മോളിലെത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നുണ്ട്. വാവ് മോമോ എന്ന് മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിമാലയനും പിന്നെ എന്തോ ചീസ് ഫ്ലേവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ട് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ചീസ് കഴിച്ചില്ല, പക്ഷെ അമ്മയടുത്ത് പപ്പടി ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അവർ കൊള്ളാമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മോമോസ് കഴിച്ചത് ആൻഡ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മോമോസ് കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് KFC വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ KFC ലവേഴ്സ് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്കും KFC ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സ്ട്രിപ്സ്, പെരി പെരി ചിക്കൻ, അങ്ങനെ കുറേ ഒരു കോംബോ പോലെയാണ് വാങ്ങിയത്. പിന്നെ ഫ്രൈസ് ഉണ്ടായിരുന്നു, പെപ്സി ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ബ്രോസ്റ്റഡ് ചിക്കൻ നിങ്ങൾക്ക് സോസ് കൂട്ടിയാണോ അതോ മയോണൈസ് കൂട്ടിയാണോ കഴിക്കാൻ ഇഷ്ടമെന്ന് താഴെ എന്തായാലും കമൻറ്റ്സിൽ പറയണേ. എനിക്ക് KFCയിൽ കഴിക്കാൻ കെച്ചപ്പും ഇഷ്ടമാണ്, പിന്നെ മയണൈസും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ ഐ തിങ്ക് ഇപ്പോൾ മയണൈസാണ്. പണ്ടൊക്കെ എനിക്ക് കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോൾ കുറച്ചും കൂടെ മയണൈസാണ് ഇഷ്ടം. അങ്ങനെ ഓടി ഞങ്ങൾ മിനിസോയിൽ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിസോ. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള വ്ളോഗ്സ് കാണുന്ന മിക്കവർക്കും അറിയാം, ഞാൻ 2-3 പ്രാവശ്യം മിനിസോ എൻ്റെ വ്ളോഗ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ആ ക്യൂട്ട് സ്റ്റഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ കുറച്ച് സംഭവങ്ങൾ മിനിസോ ഒന്ന് വാങ്ങി.
പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മോൾ ഓഫ് ട്രാവൻകൂറിലെ മിനിസോയിൽ വന്നത്. ഞാൻ ലുലുവിലെ മിനിസോയിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് വന്നത്. ഇവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇന്ന് ഞാൻ സാധാരണ വാങ്ങുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ അനിയനും വാങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ മിനിസോയുടെ കവർ കണ്ടില്ലേ, മിനിസോ ഓണം. ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു, ഇനി നാളെ കാണാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒന്നാം ഓണം ആശംസകൾ. അപ്പോൾ ഇന്ന് ഒന്നാം ഓണമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിലാണ് പോകുന്നത്, അതായത് എൻ്റെ പപ്പയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇന്ന് അവിടെയാണ് ഓണസദ്യ കഴിക്കുന്നത്. സോ പെട്ടെന്ന് പോകണം, പെട്ടെന്ന് റെഡിയാവട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിലിട്ട് അതേ ധാവണി തന്നെയാണ് ഇടുന്നത്. നാളെ രണ്ടാം ഓണത്തിന് വേറൊരു ടോപ്പും സ്കേർട്ടാണ്, നിങ്ങൾക്ക് അറിയാവുന്ന സ്കേർട്ടാണത്. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇടാൻ പോകുന്നത് നാളെ. അപ്പോൾ ഇന്ന് ആ ധാവണി തന്നെയാണ്, പക്ഷേ ഞാൻ ടോപ്പും സ്കേർട്ടും പോലെയാണ് അത് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോകാം. കാരണം അന്ന് എനിക്ക് നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഹറിബറിയിലായിപ്പോയി. പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ കോഞ്ഞായിട്ടായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം. ഐലൈനർ വരയ്ക്കണം, പിന്നെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം, സമയമില്ല. അപ്പോൾ എനിക്ക് മറ്റ് ചീപ്പ് കിട്ടിയില്ല, നമ്മുടെ വകുപ്പൊക്കെ എടുക്കാനുള്ള ചീപ്പ് അത് കാണാനില്ല, എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വെച്ചിട്ടൊന്ന് ഹെയർ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും വകുപ്പ് എടുക്കാം എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. പെട്ടെന്നൊന്ന് ചെയ്യട്ടെ. എൻ്റെ മുടി ഭയങ്കര ഫ്രിസിയാണ്, കാണുമ്പോൾ മനസ്സിലാവും. നമുക്കത് നല്ലോണം ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞാൻ കാണിക്കുന്നത്, വേറെ വഴിയില്ല, മറ്റേ കൂമ്പ് കാണാനില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കില്ല. ആ കൂമ്പ് ഞാൻ എവിടെ വെച്ചോണ്ടോ. പിന്നെ ഞാനിങ്ങനെ ഒരു ബ്രെയ്ഡഡ് ഹെയർ സ്റ്റൈൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പിന്നെ വ്ളോഗും കൂടെ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് എന്താ പറയുക സ്പീഡപ്പായിട്ട് ചെയ്യണം. ഞാൻ നല്ലോണം ഒന്ന് കോംബ് ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്നു ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഓണം വ്ളോഗ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഇടുന്നത്. കഴിഞ്ഞ വർഷം ഓണത്തിന് തൊട്ട് മുന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്, ഈ ഒരു ചാനൽ. അപ്പോൾ ഞാൻ ഓണം ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാൻ. അപ്പോൾ ഞാൻ ബ്രീഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച് ഇവിടെ നിന്നാണ്, എനിക്ക് വേറെ വഴിയില്ല. തൽക്കാലം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യട്ടെ. അപ്പോൾ ഒരു കയ്യിലിടാനുള്ള വളയാണ് ഇത് ഇത്രയും. ഇത് ഫസ്റ്റ് നമുക്കിടാം. ഞാൻ കുറച്ചായിട്ടാണ് ഇടുന്നത്, കാരണം ചില വളകൾ പെട്ടെന്ന് പൊട്ടിപ്പോകും, അതുകൊണ്ട്. അയ്യോ, നമ്മൾ ഫസ്റ്റത്തെ കയ്യിലെ വള ഇട്ടിട്ടുണ്ട്. ഇതാണ് ബാക്കിയുള്ള വളകള്, അപ്പൊ അതും കൂടെ ഇടാം. ഫസ്റ്റ് ഈ വള ഇടാം, ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്. അത് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു കുപ്പി വള, ഇത് ഞാനത് കടയിൽ വാങ്ങാൻ പോയപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കുപ്പി വള പ്ലീസ് മപ്പത്തെ കൈ ഇട്ടു. ഇതാണ് കുറച്ചും കൂടി ഡ്രസ്സിന് മാച്ച്, പക്ഷെ ഇത് ഞാൻ ധാവണി ആ ഒരു ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് പക്ഷെ നല്ല രസമുണ്ടല്ലേ. നമ്മൾ വളയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്ന ഈ ഒരു ലോട്ടസിന്റെ ചെയിനും അതിൻ്റെ തന്നെ ഇയർ. ആ കമ്മൽ എവിടെയോ വീണു, എന്തായാലും കറക്റ്റ് സമയത്ത് എല്ലാം കുളമാവും. ഇനി സമയമില്ല, താഴെ പപ്പ വിളിച്ചോണ്ടിരിക്കുകയാണ്, താഴെ വാ പോവാന്ന്. ഓക്കെ, അയ്യോ. So this is the chain. അപ്പോൾ തറയിൽ വീണ കമ്മൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ബ്ലാക്ക് ഇന്ത്യയുടെ ഇടാന്ന് വിചാരിച്ചു, പക്ഷെ ഇത് കാണാൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഫൈനലി അത് കിട്ടി. ഇനി നമുക്ക് മുഖം ഒന്ന് പൗഡർ ഇടാം, പിന്നെ ഐലൈനർ വെച്ച് പൊട്ടു ഇടാം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാം. പൗഡർ ഇടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പോൺസിന്റെ പൗഡർ ഇട്ടു. ഐലൈനർ വരച്ചു, ഇനി നമുക്ക് പൊട്ടിടാം. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഹെയർ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തു, കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ വെച്ച ഇതിനേക്കാൾ അപ്പുറം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോവാം. വി ആർ ഓൺ ദ വേ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ വ്ളോഗും കൂടെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ബട്ടർ ബൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സദ്യയുടെ പരിപാടികളെല്ലാം കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഓണത്തെ സദ്യയാണെങ്കിൽ എന്താ ഇത്രയും വിഭവസമൃദ്ധമായിട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. എനിക്ക് നല്ല മണമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ. പപ്പടവും ചോറും പരിപ്പ് കറിയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങ് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. എനിക്ക് സദ്യയിൽ കുറച്ചും കൂടെ ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചോറ് പരിപ്പ് കറി നെയ്യ് പപ്പടം കോമ്പോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് സാമ്പാറിനേക്കാളും കുറച്ചും കൂടി ഇതാണ് കൂടുതലിഷ്ടം. അത് കഴിഞ്ഞ് അച്ചാറും ഇഷ്ടമാണ്. പിന്നെ പാൽപ്പായസവും കടലപ്പായസവും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അടപ്പായസം കഴിച്ചു കഴിഞ്ഞ് ഇനി ചോറും പുളിശ്ശേരിയും കൂട്ടി കഴിക്കാം. സദ്യയിൽ നിങ്ങൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയോ പായസമോ അച്ചാറോ എന്തെങ്കിലും കാണുമല്ലോ, അതെന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ആ പായസത്തിൻ്റെ മധുരമപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പുളിശ്ശേരിയും രസമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ പുളിശ്ശേരി കഴിഞ്ഞ് നേരെ ഞാൻ കുടിച്ചത് രസമാണ്. രസത്തിൻ്റെ എരിവ് മാറ്റാനായിട്ട് ഉപ്പേരി കഴിച്ചു. ഉപ്പേരീനെ വേറെ എന്തൊക്കെയോ പേരിൽ വേറെ ജില്ലയിലൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ജില്ലയിൽ എന്താണെന്ന് പറയണേ. അങ്ങനെ ഒന്നാം ഓണത്തിൻ്റെ സദ്യ ഇതാ ഇവിടെ പൂർണ്ണമാവാണ്. നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എല്ലാ മലയാള പ്രേക്ഷകർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും ഹാപ്പി ഓണം. അപ്പോൾ ഈ ഒരു വർഷം അടിപൊളി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കട്ടെ, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാച്ചിയുടെ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു പാച്ചി കമ്പനിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ എന്തായാലും പറയണേ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചു. ASMR രീതിയിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയായെന്ന് വിചാരിക്കുന്നു. രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു മന്തി ഷോപ്പിൽ നിന്ന്. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയപ്പോൾ റോസ് മിൽക്ക് കുടിച്ചിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് റോസ് മിൽക്ക് കുടിച്ചത്. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നാളെ തിരുവോണമാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാം. ഗുഡ് മോർണിംഗ് ആൻഡ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കാര്യമായിട്ട് പൂവൊക്കെ പിച്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്തപ്പൂ ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തപ്പൂ എന്ന് പറയുന്നത്. ഞങ്ങൾ ലേറ്റായിപ്പോയി, ഉച്ചയൊക്കെ ആയപ്പോഴാണ് തിരുവോണത്തിൻ്റെ ഈ ഒരു അത്തപ്പൂ ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹറിബറിയിലെല്ലാം ചെയ്തു. അപ്പോൾ നമ്മുടെ തിരുവോണ സ്പെഷ്യൽ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിരുവോണം ആയാലും ക്രിസ്മസ് ആയാലും എല്ലാത്തിലും ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ താഴെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മേലെ ഇലയൊക്കെ വിരിച്ച് അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. അതാകുമ്പോൾ ഒരു ഒത്തൊരുമയും ആ ഒരു എന്താ പറയുക ഓണത്തനിമ ട്രഡീഷൻ കൾച്ചർ എല്ലാം വരുമല്ലോ. ഇതാണ് അമല ചേച്ചി. ഞാനും അമല ചേച്ചി ഒരുമിച്ചാണ് കഴിക്കാതിരിക്കുന്നത്. ഇനി എൻ്റെ കസിൻ ചേട്ടനും കൂടെ ഉണ്ട്. ഇതാണ് തിരുവോണ സ്പെഷ്യൽ സദ്യ. അപ്പോൾ നമ്മുടെ തിരുവോണ സ്പെഷ്യൽ സദ്യ ഇതാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഈ സദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല ടേസ്റ്റായിരുന്നു. ഗോൾഡൻ യെല്ലോ ജുബ്ബ ഇട്ടിരിക്കുന്നില്ലേ, അതാണ് എൻ്റെ കസിൻ അലൻ ചേട്ടൻ. 6:30 ആയപ്പോൾ ഞങ്ങൾ സീപോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഫിഷിംഗ് ഹാർബറിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സീപോർട്ട് കാണാൻ നല്ല ഒരു രസമാണ്. അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ നല്ല കുട്ടി തിരകളാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ സിനിമയും കൂടെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കുള്ളതുകൊണ്ട് തന്നെ വലുതായിട്ട് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല, എന്നാലും ആസ്വദിച്ചിട്ടുണ്ട്. സ്പെഷ്യലി കുടിച്ച് ഞങ്ങൾ നേരെ മൂവിക്ക് പോയി. കാരണം 8 മണിക്കുള്ളതിന് നമ്മൾ 8:15 കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഹൃദയപൂർവ്വമായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഇന്ന് 3-ാം ഓണമാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് കഞ്ഞി കുടിച്ചു. അത് കഴിഞ്ഞ് രാത്രി 11:50 ആയപ്പോൾ ഞങ്ങൾ ലോക മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ലോക മൂവി കണ്ടോ? അപ്പോൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട ഒരു ഫാൻറ്റസി ത്രില്ലർ മൂവിയായിരുന്നു. അങ്ങനെ ഈ ഓണത്തിന് അടിച്ചു പൊളിച്ച് 2 മൂവി കണ്ടു. ഇതായിരുന്നു നമ്മുടെ ഓണം സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗ് എന്ന് താഴെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും താഴെ കമൻസിൽ പറയാം. അപ്പോൾ ഇതുപോലത്തെ ഫൺ ആൻഡ് അമേസിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഈ ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye.